വാർത്തകളിലേക്ക് വിശദമായി. മികച്ച പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായി 32ാമത് UAE ഓപ്പൺ അത്ലറ്റിക് മീറ്റ്. കോവിഡ് മൂലം മുടങ്ങിയ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കായികമേള നടന്നത്. 400-ലധികം പേർ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. 3 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ളവരാണ് കായികമേളയിൽ പങ്കെടുത്തത്. രാവിലെ നടന്ന വർണ്ണശബളമായ മാർച്ച് പാസ്റ്റിൽ സമാജം പ്രസിഡന്റും കമ്മിറ്റി അംഗങ്ങളും കായിക താരങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. സമാജം പ്രസിഡന്റ് റഫീഖ് കൈനയിൽ മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് ആനിയ സന്തോഷ് കായിക താരങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജനറൽ സെക്രട്ടറി MU ഇർഷാദ് സ്വാഗതവും കായിക വിഭാഗം സെക്രട്ടറി സാബു അഗസ്റ്റിൻ നന്ദിയും അറിയിച്ചു. LLH ലൈഫ് കെയർ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ നിവിൻ വർഗീസ്, വൈസ് പ്രസിഡന്റ് രേഖിൻ സോമൻ, ട്രഷറർ അജാസ് അപ്പാടത്ത്, കമ്മിറ്റി അംഗങ്ങളായ AM അൻസാർ, റഷീദ് കാഞ്ഞിരമറ്റം, റിയാസുദ്ദീൻ, TD അനിൽകുമാർ, മനു കൈനകരി, TM ഫസലുദ്ദീൻ എന്നിവർ സംസാരിച്ചു. 58 ഇനങ്ങളിലായി നടന്ന മത്സര വിജയികൾക്കുള്ള മെഡലുകളും സർട്ടിഫിക്കറ്റും സമാജം കമ്മിറ്റി അംഗങ്ങളും വിവിധ സംഘടനാ പ്രതിനിധികളും നൽകി. 1ാം സ്ഥാനം ഇന്ത്യൻ സ്കൂൾ മുറൂറും, 2ാം സ്ഥാനം സൺറൈസ് സ്കൂൾ മുസഫയും, 3ാം സ്ഥാനം പ്രവാസി ഇന്ത്യ മുസഫയും കരസ്ഥമാക്കി. ന്യൂസ് 18 ദുബായ്. ഹാജിമാർക്ക് മികച്ച സേവനം ഉറപ്പുവരുത്താൻ സൗദി എയർലൈൻസും ഫറമൈൻ റെയിൽവേസും രംഗത്ത്. തീർത്ഥാടകരെ വളരെ വേഗത്തിൽ ഇരു ഹറമുകളിലേക്കും എത്തിക്കുന്ന പുതിയ പദ്ധതിക്ക് സൗദി എയർലൈൻസും സൗദി റെയിൽവേസും കരാർ ഒപ്പുവച്ചു. അടുത്ത റമദാന് മുൻപ് മക്കയെ അന്താരാഷ്ട്ര ബുക്കിംഗ് സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കുമെന്ന് സൗദി എയർലൈൻസിലെ ഹജ്ജ് ഉംറ CEO ആമിർ അൽ ബുഷൈൽ പറഞ്ഞു. സൗദി എയർലൈൻസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മക്കയിലേക്കും മദീനയിലേക്കും ഹറമൈൻ ട്രെയിൻ സർവീസ് ഉപയോഗിക്കാനുള്ള ബുക്കിംഗും റമദാന് മുൻപ് തന്നെ ലഭ്യമാകുമെന്ന് ഹറമൈൻ അതിവേഗ പാത CEO റയ്യാൻ അൽ ഹർബിയും പറഞ്ഞു. മക്കയിലേക്കുള്ള തീർത്ഥാടകർക്ക് സൗദി എയർലൈനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ മദീനയിലേക്കും മക്കയിലേക്കുമുള്ള പ്രത്യേക പാക്കേജ് ലഭ്യമാകും. തീർത്ഥാടകർക്ക് ഒരേ സമയത്ത് തന്നെ ട്രെയിനിനും വിമാനത്തിനും ബോർഡിംഗ് പാസും ലഭിക്കും. UAEയിൽ സ്വദേശിവൽക്കരണം ഉറപ്പാക്കാൻ കമ്പനികളും നീക്കം തുടങ്ങി. അടുത്ത വർഷം അവസാനത്തോടെ 50-ൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികളിൽ സ്വദേശിവൽക്കരണ തോത് 4% ഉയർത്തണമെന്നാണ് നിർദ്ദേശം. നിലവിൽ ഇത് 2%. UAE മാനവ വിഭവശേഷി മന്ത്രാലയം നിഷ്കർഷിച്ചിരിക്കുന്ന സ്വദേശീവൽക്കരണ നിബന്ധനകൾ കർശനമായി പാലിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനികൾ. 2023 അവസാനത്തോടെ 50-ൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികളിൽ സ്വദേശീവൽക്കരണ തോത് 4% ഉയർത്തണമെന്നതാണ് നിർദ്ദേശം. സ്വദേശി ജീവനക്കാരെ നിയമിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ നൽകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പിഴ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ തൊഴിൽ പെർമിറ്റ് റദ്ദാക്കും. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾ ഒരു ജീവനക്കാരന് 7000 ദിർഹം എന്ന കണക്കിലാണ് പ്രതിവർഷം പിഴ നൽകേണ്ടത്. പിഴ അടച്ചില്ലെങ്കിൽ ഈ ഫോളോ അപ്പ് പട്ടികയിലേക്ക് സ്ഥാപനത്തെ ഉൾപ്പെടുത്തും. തൊഴിൽ പെർമിറ്റ് പുതുക്കാതിരിക്കുകയും പുതിയ പെർമിറ്റ് നൽകാതിരിക്കുകയുമാണ് 2ാം ഘട്ടം. കാരണം വ്യക്തമാക്കാൻ നിർദ്ദേശവും നൽകും. നിശ്ചിത സമയം കഴിഞ്ഞും മറുപടിയില്ലെങ്കിൽ സ്ഥാപന ഉടമയ്ക്ക് സന്ദേശം നൽകും. 2 മാസം കഴിഞ്ഞും നടപടിയില്ലെങ്കിൽ തൊഴിൽ പെർമിറ്റ് റദ്ദാക്കും. തുടർച്ചയായ 2ാം വർഷവും നിർദ്ദേശിക്കപ്പെട്ട നിശ്ചിതാനുപാതത്തിൽ സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങളെ 3ാം കാറ്റഗറിയിലേക്ക് താഴ്ത്തുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2026 അവസാനത്തോടെ UAEയിൽ സ്വദേശീവൽക്കരണം 10% ഉയർത്തുകയെന്നതാണ് ലക്ഷ്യം. ന്യൂസ് 18 ദുബായ്. കുവൈറ്റിന് പുറത്ത് 6 മാസത്തിൽ കൂടുതൽ കഴിയുന്ന ആശ്രിത വിസക്കാർ ജനുവരി 31 മുൻപായി രാജ്യത്തെത്തണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെത്താത്തവരുടെ താമസരേഖ റദ്ദാക്കുമെന്നും താമസകാര്യ വിഭാഗം അറിയിച്ചു. ഓഗസ്റ്റ് 1 മുതലുള്ള 6 മാസ കാലയളവാണ് കണക്കാക്കുക. കോവിഡ് സാഹചര്യത്തിലാണ് 6 മാസത്തിലധികവും താമസക്കാർക്ക് രാജ്യത്തിന് പുറത്ത് കഴിയാം എന്ന ഇളവ് അനുവദിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങൾ നീങ്ങി രാജ്യം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയെത്തിയതോടെയാണ് വ്യവസ്ഥകളും പുനഃസ്ഥാപിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളിലെയും വിസക്കാർക്ക് ഇളവ് അനുവദിച്ചിരുന്നെങ്കിലും ഘട്ടങ്ങളായി അവ പുനഃസ്ഥാപിച്ചിരുന്നു. അവസാന ഘട്ടത്തിലാണ് ആശ്രിത വിസക്കാരും ഉടൻ രാജ്യത്ത് മടങ്ങിയെത്തണമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. ജനുവരി 31 മുൻപായി ആശ്രിത വിസക്കാർ മടങ്ങിയെത്തണമെന്നാണ് നിർദ്ദേശം. അല്ലാത്തപക്ഷം അവരുടെ താമസരേഖ സ്വമേധയാ റദ്ദാക്കപ്പെടുമെന്നും താമസകാര്യ വിഭാഗം അറിയിച്ചു.
ഓഗസ്റ്റ് 1 മുതലുള്ള കാലയളവ് അടിസ്ഥാനമാക്കിയാണ് 6 മാസക്കാലം കണക്കാക്കുക. രാജ്യത്തിന് പുറത്ത് കഴിയവേ ഓൺലൈൻ വഴി താമസരേഖ പുതുക്കാൻ സാവകാശം നൽകിയിരുന്നു. ഈ സേവനവും ജനുവരി 31 അവസാനിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. വിസ റദ്ദായാൽ മന്ത്രാലയത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി മാത്രമേ രാജ്യത്ത് പ്രവേശിക്കാനാകൂ എന്നും ആഭ്യന്തര മന്ത്രാലയം താമസ വിഭാഗകാര്യം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഫവാസ് അൽ മഷാൻ വ്യക്തമാക്കി. ന്യൂസ് 18 കുവൈറ്റ്. ഇനി വിനിമയ നിരക്ക്. UAE ദിർഹം 22.23 രൂപ, സൗദി റിയാൽ 21.74 രൂപ, കുവൈറ്റി ദിനാർ 267.39 രൂപ, ഖത്തറി റിയാൽ 22.43 രൂപ, ഒമാനി റിയാൽ 212.09 രൂപ, ബഹ്റൈൻ ദിനാർ 216.64 രൂപ. ക്വാറിയിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ നിലമ്പൂർ MLA PV അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ PV അൻവർ മാധ്യമങ്ങളോട് ക്ഷുഭിതനായാണ് പ്രതികരിച്ചത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ PV അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെ. എന്ത് കാര്യം? ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലെ ഫുട്ബോൾ കളിനെ പറ്റി ചർച്ച ചെയ്യായിരുന്നു. അതിനടുപ്പിച്ച് താൻ പോയി പറയും. ഏത് MLA പറയാനില്ലടോ, പറയേണ്ടവരോട് പറയും. മനസ്സിലായോ? പറയാൻ സൗകര്യമില്ലടോ. കർണാടകയിലെ ബെൽത്തങ്ങാടുവിലെ കാറിൽ ഓഹരി പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് MLA 50 ലക്ഷം തട്ടിയെന്നായിരുന്നു പ്രവാസി വ്യവസായി സലീമിന്റെ പരാതി. പോലീസും ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കേസ് എഴുതിത്തള്ളാനുള്ള റിപ്പോർട്ട് കോടതിയും തള്ളി. തുടർന്നാണ് സലീം EDയെ സമീപിച്ചത്. കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളാണ് ED പരിശോധിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ നിർബന്ധമാക്കിയ ഉത്തരവ്. പൊതുയിടങ്ങളിൽ മാസ്ക്, സാനിറ്റൈസർ, സാമൂഹിക അകലം എന്നിവ പാലിക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. പിഴയടക്കമുള്ള ശിക്ഷാ നടപടികൾ ഉത്തരവിൽ പറയുന്നില്ല. നിലവിൽ കോവിഡ് ആശങ്ക വേണ്ടെന്ന് IMA സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിച്ചു. സംസ്ഥാനത്ത് പൊതുസ്ഥലങ്ങളിലും ജോലിയിടങ്ങളിലും സാമൂഹിക കൂടിച്ചേരലുകളിലും വാഹനങ്ങളിലും അടക്കം മാസ്ക് നിർബന്ധമാണെന്ന് പുതിയ വിജ്ഞാപനത്തിൽ പറയുന്നു. സ്ഥാപനങ്ങൾ, കടകൾ, തിയേറ്ററുകൾ എന്നിവയുടെ നടത്തിപ്പുകാർ ഉപഭോക്താക്കൾക്ക് കൈ ശുചിയാക്കാനായി സോപ്പോ സാനിറ്റൈസറോ നൽകണം. വ്യാപാര സ്ഥാപനങ്ങൾ, തിയേറ്ററുകൾ, ചടങ്ങുകൾ എന്നിവിടങ്ങളിലെല്ലാം സാനിറ്റൈസറും നിർബന്ധമാണ്. പൊതുയിടങ്ങളിലും സാമൂഹിക കൂടിച്ചേരലുകളിലും സാമൂഹ്യ അകലം കർശനമാണ്. പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായി കോവിഡ് തുടരുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ നടപടികൾ നിർബന്ധമാക്കിയതെന്നാണ് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത്. 1 മാസമാണ് പുതുക്കിയ ഉത്തരവിന്റെ കാലാവധി. അതേസമയം നിലവിൽ ആശങ്ക വേണ്ടെന്നും പുതിയ ഉത്തരവിൽ ചർച്ച വേണമെന്നും IMA ആവശ്യപ്പെട്ടു. രോഗലക്ഷണമുള്ള രോഗികള്, ആരോഗ്യ പ്രവർത്തകര് ആശുപത്രികൾക്കുള്ളില് അടച്ചിട്ട മുറികളില്, എയർ കണ്ടീഷൻ ചെയ്ത മുറികളില്, അത്തരം സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ മാസ്കിന് ഉപയോഗം തീർച്ചയായിട്ടും ഗുണം ചെയ്തേക്കാം. ഒരുപക്ഷെ കോവിഡിന് അല്ലെങ്കിൽ പോലും മറ്റു രോഗങ്ങളിലൊക്കെ തന്നെ മറ്റു രോഗങ്ങളൊക്കെ പടരുന്നത് തടയാൻ ഇത് ഒരു പരിധിവരെ ഇത് സഹായിച്ചേക്കാം. മുൻ ഉത്തരവ് കാലാവധി കഴിഞ്ഞതിനാൽ പുതുക്കി ഇറക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിലെ ദേവസ്വം ഗാർഡിന്റെ പ്രവൃത്തിയിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ന്യായീകരിക്കാൻ കഴിയുന്ന പ്രവൃത്തിയല്ല ഗാർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ. ഭക്തരോട് മാന്യമായാണ് പെരുമാറേണ്ടതെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ഗാർഡ് അരുണിനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു. മകരവിളക്ക് ദിനത്തിൽ ശ്രീകോവിലിന് മുന്നിലെ ഭക്തരെ ദേവസ്വം ഗാർഡ് തള്ളിമാറ്റിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സംഭവം വിവാദമാവുകയും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. പോലീസിനോടും ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറോടും കോടതി റിപ്പോർട്ട് തേടി. ദേവസ്വം ഗാർഡ് അരുണിന്റെ പ്രവൃത്തി ന്യായീകരിക്കാവുന്നതല്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. സ്പെഷ്യൽ ഡ്യൂട്ടിക്കിടെ ഭക്തരോട് മാന്യമായാണ് പെരുമാറേണ്ടതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം സ്റ്റാൻഡിംഗ് കൌൺസിൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. മകരവിളക്ക് സമയത്തെ തിരക്ക് നിയന്ത്രിക്കുകയായിരുന്നു ഗാർഡ് എന്ന റിപ്പോർട്ടിലെ പരാമർശം കോടതി മുഖവിലക്കെടുത്തില്ല. സംഭവത്തിന്റെ വീഡിയോ കോടതി പരിശോധിച്ചു. കേസ് വിശദമായി പരിഗണിക്കാനായി ജനുവരി 24 മാറ്റി. ഹൈക്കോടതി ഇടപെട്ടതോടെ അരുണിനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. കാര്യവട്ടം ഏകദിനം കഴിഞ്ഞെങ്കിലും കാണികളെത്താത്തതിൽ വിവാദം തുടരുകയാണ്. കായികമന്ത്രി V. അബ്ദുറഹ്മാന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തുവന്നു.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം, CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ എന്നിവരും മന്ത്രിക്കെതിരെ വിമർശനമുന്നയിച്ചു. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരായ സ്വാഭാവിക പ്രതികരണമാണുണ്ടായതെന്ന് KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി പറഞ്ഞു. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ റെക്കോർഡ് വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കിയെങ്കിലും മത്സരത്തിന് കാണികൾ കുറഞ്ഞത് കല്ലുകടിയായി തുടരുകയാണ്. പട്ടിണി കിടക്കുന്നവർ കളി കാണാൻ വരേണ്ടെന്ന കായിക മന്ത്രിയുടെ പ്രതികരണം കാണികൾ കുറയാൻ പ്രധാന കാരണമായെന്നാണ് വിലയിരുത്തൽ. മന്ത്രിയുടെ പ്രസ്താവന കാരണം ക്രിക്കറ്റിനെ ബഹിഷ്കരിക്കുന്നത് ശരിയാണോ എന്ന് KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി ചോദിച്ചു. ഇതൊരു പൊടുന്നനെ വന്ന വൈകാരികമായ ഒരു പ്രതികരണം മാത്രമായിട്ട് ഞങ്ങൾ കാണുന്നത്. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ, ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ, ഇന്ത്യയെ സ്നേഹിക്കുന്നവർ, ഇന്ത്യൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ നാളെ ഒരു മത്സരം വന്നാൽ ഏറ്റവും ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ഈ മത്സരങ്ങൾ കാണാനൊക്കെ വരും, ക്രിക്കറ്റിന്റെ കൂടെ നിൽക്കും. പാവങ്ങളെ അപമാനിച്ചയാൾ മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. കേരളത്തിന്റെ മനസാക്ഷിയെ വെല്ലുവിളിച്ച ഒരു പരാമർശമാണ് മന്ത്രി നടത്തിയത്. അതിനോടുള്ള കേരള ജനതയുടെ പ്രതികരണമാണ് അവിടെ നടന്നത്. എന്തായാലും അത് പിൻവലിച്ച് മാപ്പ് പറയണം. അതായത് അതുപോലെ ഒരു പരാമർശം നടത്തിയ ഒരാൾ മന്ത്രിസഭയിൽ തുടരാൻ അവകാശമില്ല എന്നാണ് എന്റെ അഭിപ്രായം. മന്ത്രിയുടെ പ്രസ്താവന ദോഷം ചെയ്തെന്ന് PMA സലാം. പണമുള്ളവനും ഇല്ലാത്തവരും തമ്മിൽ വേർതിരിവ് ഉണ്ടാക്കുക, അതില്ലാതാക്കാനും അവരുടെ അകലം കുറച്ചു കൊണ്ടുവരാനും ശ്രമിക്കുന്നവർ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളം അപമാനിതരാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫേസ്ബുക്ക് കുറിപ്പിൽ കായികമന്ത്രിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ കാണികൾ എത്തിയില്ല എങ്കിൽ നഷ്ടം സർക്കാരിന് കൂടിയാണെന്ന് ഓർമ്മിപ്പിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണാനുള്ള പോസ്റ്റൽ ബാലറ്റുകൾ അടങ്ങിയ പെട്ടികൾ സൂക്ഷിച്ചതിൽ വൻ സുരക്ഷാ വീഴ്ച. പെരിന്തൽമണ്ണ ട്രഷറിയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 3 പെട്ടികളിൽ ഒരെണ്ണം കാണാതായത് ആശങ്ക സൃഷ്ടിച്ചു. മലപ്പുറം ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണ് ഈ പെട്ടി കണ്ടെത്തിയത്. LDF സ്ഥാനാർത്ഥി KPM മുസ്തഫ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എണ്ണാതെ വെച്ച ബാലറ്റുകൾ കൊണ്ടുവരാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. നാടകീയ സംഭവങ്ങളാണ് പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് മുൻപിൽ സംഭവിച്ചത്. 348 പോസ്റ്റൽ ബാലറ്റുകളാണ് പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പിൽ സാങ്കേതിക കാരണങ്ങളാൽ എണ്ണാതെ മാറ്റിവച്ചിരുന്നത്. നജീബ് കാന്തപുരത്തിന്റെ ജയം കേവലം 38 വോട്ടുകൾക്കായതുകൊണ്ട് എണ്ണാതെ വെച്ച ഈ 348 ബാലറ്റുകളും എണ്ണണമെന്ന് ആവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥിയായ KPM മുസ്തഫ ഹൈക്കോടതിയിൽ ഹർജി നൽകി. കേസിന്റെ ഭാഗമായ ബാലറ്റുകൾ കൊണ്ടുവരാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇത് എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിച്ചപ്പോൾ 3 പെട്ടികളിൽ 2 എണ്ണം മാത്രമേ കണ്ടെത്തിയുള്ളൂ. ഒരു പെട്ടി പിന്നീട് പരിശോധനകൾക്കും അന്വേഷണത്തിനും ശേഷം മലപ്പുറം ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്തി. പെരിന്തൽമണ്ണ ട്രഷറിയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഈ പെട്ടി എങ്ങനെ മലപ്പുറത്തെത്തി എന്നതാണ് ഉയരുന്ന ചോദ്യം. വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചതെന്നും അട്ടിമറി നടത്താൻ ശ്രമം ഉണ്ടായെന്നും നജീബ് കാന്തപുരവും KPM മുസ്തഫയും ഒരേപോലെ അഭിപ്രായപ്പെട്ടു. 20 കിലോമീറ്റർ അപ്പുറത്തുള്ള മലപ്പുറത്തെ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണ് ഈ ബാലറ്റ് ബോക്സ് കിട്ടിയിരിക്കുന്നത്. അത് ദുരൂഹത എത്രമാത്രം ഗുരുതരമായൊരു സംഗതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കളക്ടറുടെ കസ്റ്റഡിയിൽ നിന്ന് പോലും അല്ല. അപ്പോൾ അത് എങ്ങനെ, ആരാണ് ഇത് കൊണ്ടുപോയത്, എങ്ങനെയാണ് ഈ സ്ട്രോങ് റൂം തുറക്കപ്പെട്ടത്, ആരാണിതിന് പുറകിൽ പ്രവർത്തിച്ചത്, എങ്ങനെ സ്ട്രോങ് റൂമിൽ വെച്ച സാധനം സഹകരണ ഓഫീസിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു, ഇതെല്ലാം പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ട കാര്യമാണ്. ഇത് ഗൗരവമായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ് എന്നാണ് എനിക്കറിയിക്കാനുള്ളത്. അതിന് നിയമപരമായിട്ടുള്ള എല്ലാ വഴികളിലൂടെയും ഞങ്ങൾ നീങ്ങും. സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് നടന്നത്. ലോക്സഭയുടെ ബാലറ്റുകൾ കൊണ്ടുപോയതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാകാം ഈ പെട്ടി എന്നാണ് അധികൃതർ കണക്കാക്കുന്നത്. വലിയ അശ്രദ്ധയും സുരക്ഷാ വീഴ്ചയുമാണ് സംഭവിച്ചത് എന്നിരിക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷണം നടക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് 18 മലപ്പുറം. ബാലറ്റ് പെട്ടി സഹകരണ രജിസ്ട്രാർ ഓഫീസിൽ എത്തിയതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സുരേഷ്. ഇവിടെ എങ്ങനെ എത്തി എന്നതിൽ വ്യക്തതയില്ല. ബാലറ്റ് സൂക്ഷിച്ച പെട്ടിയുടെ സീൽഡ് കവർ നശിപ്പിച്ചിട്ടില്ല. പോസ്റ്റൽ വോട്ടുകളെല്ലാം സുരക്ഷിതമാണെന്നും പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയിൽ എത്തിക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു. നമ്മൾ എന്താണ് ആക്ച്വലി സംഭവിച്ചെന്നുള്ളത് പറഞ്ഞ ഒരു നല്ല തറോ എൻക്വയറി തന്നെ വേണം. ഇവിടെ വേറെ ബാലറ്റ് ബോക്സുകളോ അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇത് മാത്രം ഇല്ല, വ്യക്തതയില്ല. അല്ല, അത് ഞാനായിരുന്നില്ലല്ലോ റിട്ടേണിംഗ് ഓഫീസർ ആ സമയത്ത്. അപ്പൊ എനിക്കതെല്ലാം വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. നോ, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ ഇലക്ഷന്, നിയമസഭ ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ പെരിന്തൽമണ്ണ സബ് കളക്ടറും ബ്ലോക്ക് പഞ്ചായത്ത്, അതായത് LSTD ഇലക്ഷന്റെ ആയിരുന്നു ജോയിന്റ് രജിസ്ട്രാർ കോപ്പറേറ്റീവ്സ്. ഓക്കെ, ഇല്ല, ഇതുവരെയുള്ള ഇതിൽ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല.
ഇടവേള. വാർത്തകൾ തുടരുന്നു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ 12 വയസ്സുകാരന് ക്രൂരമർദ്ദനം. പേരയ്ക്ക പറിച്ചെന്നാരോപിച്ച് സ്ഥലമുടമയാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. ബൈക്ക് കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയെന്നും ചവിട്ടിയെന്നും മർദ്ദനമേറ്റ കുട്ടി പറഞ്ഞു. കാലിന്റെ തുടയെല്ലു പൊട്ടിയ വിദ്യാർത്ഥി ചികിത്സയിലാണ്. സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. പ്രതി അഷ്റഫിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ വാഴയങ്കട സ്വദേശി മൊയ്തീൻകുട്ടിയുടെ മകൻ മുഹമ്മദ് അഷ്റഫിനാണ് ക്രൂരമർദ്ദനമേറ്റത്. ഫുട്ബോൾ കളിച്ച് മടങ്ങി വരുന്നതിനിടെയാണ് സംഭവം. പറഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ ബാക്കിലാണ് തീർച്ചയായിട്ടും വണ്ടി പോയി. ഇയാൾ വന്നിട്ട് ആദ്യം ഇയാൾ വന്നിട്ട് എൻ്റെ തുണക്കാരന്മാരെ അടിച്ചു. പിന്നെ ഇയാൾ എത്തി വന്നിട്ട് എൻ്റെ കാലിന് ചോട്ടി ആദ്യം ഇടിച്ചിട്ട് എന്നാൽ കിടക്കുമ്പോൾ ചോട്ടി. കളിക്കാനെത്തിയ കുട്ടികൾ പേരയ്ക്ക പറിച്ചെന്നാരോപിച്ചെത്തിയ സ്ഥലമുടമ ബൈക്ക് കൊണ്ട് ഇടിച്ചു വീഴ്ത്തി കാലിൽ ചവിട്ടിയെന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. തുടയെല്ല് പൊട്ടിയ കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പെരിന്തൽമണ്ണ പോലീസ് പ്രതിയെ പിടികൂടി. വാഴയങ്കട സ്വദേശി അഷ്റഫാണ് പിടിയിലായത്. ഗുരുതരമായി പരിക്കേൽപ്പിച്ചതടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് നൽകാൻ വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകി. കുട്ടിക്ക് ആവശ്യമായ ചികിത്സയും നിയമപരമായ പരീക്ഷയും ഉറപ്പുവരുത്താനും മന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് 18 മലപ്പുറം. ബഫർ സോൺ ഹർജികൾ 3-അംഗ ബെഞ്ചിന് വിടാൻ സുപ്രീംകോടതി തീരുമാനം. ബെഞ്ചിലെ അംഗങ്ങളെ തീരുമാനിക്കുന്ന കാര്യം ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിട്ടു. കോടതി നിലപാട് കേരളത്തിന് ആശ്വാസകരമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ബഫർ സോൺ സംബന്ധിച്ച് 2022 ജൂൺ 3 പുറപ്പെടുവിച്ച വിധിയിൽ ഭേദഗതി വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ജസ്റ്റിസുമാരായ BR ഗവായും വിക്രം നാഥും അടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. 3-അംഗ ബെഞ്ച് ഹർജി കേൾക്കുന്നതാണ് ഉചിതമെന്ന് കോടതി വ്യക്തമാക്കി. അംഗങ്ങളെ ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കണമെന്ന് കോടതി അഭ്യർത്ഥിച്ചു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മറ്റ് ഹർജിക്കാരുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ബഫർ സോണിലെ നിർമ്മാണ നിയന്ത്രണം ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് ഹർജികളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. വിഷയത്തിൽ സർക്കാരിന്റെ നിയമ പോരാട്ടം തുടരുമെന്ന് വിധിയെ സ്വാഗതം ചെയ്ത മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. കരട് വിജ്ഞാപനമിറക്കിയ മേഖലകൾക്കും ഇളവ് അനുവദിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. നഗരങ്ങൾ വരെ ബഫർ സോണിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഹർജിക്കാർ കോടതിയെ ധരിപ്പിച്ചു. എന്നാൽ എല്ലാ മേഖലകളിലും ഇളവ് നൽകരുതെന്ന നിലപാടാണ് അമിക്കസ് ക്യൂറി സ്വീകരിച്ചത്. പ്രായോഗിക പരിഹാരത്തിന് എല്ലാവരും ശ്രമിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. വിധിയിലെ ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യുമെന്നും കോടതി നിരീക്ഷിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. തെക്കിന്റെ കശ്മീർ എന്നാണ് മൂന്നാറിനെ വിശേഷിപ്പിക്കുന്നത്. മഞ്ഞു വീഴുന്ന താഴ്വാരം. പല ദിവസങ്ങളിലും കുളിരേറിയ കാലാവസ്ഥ അനുഭവിക്കാൻ മറുനാടുകളിൽ നിന്ന് വരെ സഞ്ചാരികൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ഈ റിപ്പോർട്ടോടുകൂടി ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രകൃതിയുടെ സൗന്ദര്യം എത്ര ആസ്വദിച്ചാലും ആർക്കും മടുക്കില്ല. മൂന്നാറിലെ കാഴ്ചകളും അങ്ങനെയാണ്. തേയിലത്തോട്ടവും മൂന്നാറിന്റെ തണുപ്പും ആസ്വദിച്ചുള്ള യാത്ര. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ദേശീയപാതാ നിർമ്മാണം പൂർത്തിയായതോടെ മൂന്നാറിൽ നിന്നുള്ള യാത്രയും കൂടുതൽ മനോഹരമായി. ലോക്ക്ഹാർട്ടും ഗ്യാപ് റോഡും സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുകയാണ്. തണുപ്പും മഞ്ഞുവീഴ്ചയും ആസ്വദിക്കുന്നതിന് അതിരാവിലെ മുതൽ മൂന്നാറിന്റെ ഉൾപ്രദേശങ്ങളിൽ വരെ സഞ്ചാരികൾ എത്തുന്നു. മൂന്നാറിൽ നിന്ന് ഗ്യാപ് റോഡ് വഴി പൂപ്പാറയിലേക്കുള്ള യാത്ര സഞ്ചാരികൾക്ക് ഏറെ പ്രിയം. ദേശീയപാതാ നിർമ്മാണം പൂർത്തിയായതോടെ ഗതാഗത സൗകര്യവും റോഡിന്റെ മനോഹാരിതയും വർദ്ധിച്ചു. മൂന്നാർ ടൗണിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെ പച്ചവിരിച്ച തേയിലത്തോട്ടങ്ങളും എസ്റ്റേറ്റ് ലയങ്ങളും കണ്ട് യാത്ര തുടരാം. സഞ്ചാരികളുടെ തിരക്കേറിയതോടെ വഴിയോര കച്ചവടവും സജീവമായി. ഇപ്പോൾ ഇവിടെ നിരവധി സഞ്ചാരികളാണ് വരുന്നത്. ഇവിടെ വെക്കേഷന്റെ സമയം അതുപോലെ അവധി ദിവസങ്ങളിലൊക്കെ നല്ലപോലെ ഇഷ്ടംപോലെ ഗസ്റ്റുകൾ വരുന്നുണ്ട്. ഇവിടെ റോഡ് പണിയുടെ ഭാഗമായിട്ട് റോഡ് നല്ലപോലെ വികസനമായതിന്റെ പേരിൽ വണ്ടികൾ ബ്ലോക്കില്ലാതെ വരാനും അതുപോലെ സഞ്ചാരികൾക്ക് ബ്ലോക്കില്ലാതെ പോകാനും പാർക്ക് ചെയ്യാനുമുള്ള സൗകര്യങ്ങളുണ്ട്. മോൺസൂൺ കാലം വരെ തുടർച്ചയായി സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷ.
സിറ്റി, മൂന്നാർ.